ഈ ചൂട് സമയമൊക്കെ ആകുമ്പോഴേ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേ ഒരു പ്രത്യേക ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവുമെന്ന് അറിയില്ല, എനിക്ക് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ വല്ലാത്തൊരു ദാഹം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫ്രൂട്ട്സ് ഒന്നുമില്ല ജ്യൂസ് അടിക്കാനും. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാനൊരു ആഗ്രഹവും. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ. അപ്പോൾ ആ ക്യാരറ്റ് ഇതാ ഞാൻ എടുത്തിട്ട് കഴുകിയാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. ആ ഒരു പച്ചച്ചൊവ പോകാൻ വേണ്ടിയിട്ടാണ്. പച്ചക്ക് തിന്നുമ്പോൾ ഒരു ടേസ്റ്റാണ്, പക്ഷേ പച്ചക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ആ ഒരു പച്ചച്ചൊവ ഉണ്ടാവും. അപ്പോൾ അതില്ലാതെക്കാനാട്ടോ ഒന്ന് തിളപ്പിച്ചെടുക്കണത്. അപ്പോൾ ഇതാ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അത് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് കുടിക്കുമ്പോൾ കുറച്ച് തണുപ്പോട് കൂടിയിട്ട് കുടിക്കുമ്പോഴല്ലേ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഞാൻ ഗ്ലാസ്സിക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് കുടിച്ചപ്പോഴേ വിശപ്പും ദാഹവും ഒക്കെ മാറി കേട്ടോ. അപ്പോൾ താങ്ക് യു.